രാജ്യത്തെ നടുക്കിയ വിഷമദ്യ ദുരന്തത്തിന് പിന്നാലെ വ്യാപക റെയ്ഡുമായി കുവൈറ്റ്. വിവിധ ഭാഗങ്ങളിൽ നിന്നായി 67 പേരെ പിടികൂടി. അറസ്റ്റിലായവരിൽ മലയാളികളും സ്ത്രീകളുമുണ്ട്. സുരേഷ് വെളിമുറ്റത്തിന്റെ റിപ്പോർട്ടിലേക്ക്. 23 പേരുടെ ജീവനെടുത്ത മഹാദുരന്തത്തിന് ശേഷം കുവൈറ്റിന്റെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് റെയ്ഡ് തുടരുകയാണ്. കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും വ്യാപകമായിട്ടുള്ള പരിശോധനയും റെയ്ഡും നടക്കുന്നുണ്ട്. ഏതാണ്ട് 67 പേരെയാണ് ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. 10 കേന്ദ്രങ്ങളിൽ, രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ നിന്നുമാണ് ഇത്രയധികം പേരെ അറസ്റ്റ് ചെയ്തത്. മദ്യനിർമ്മാണം നടക്കുന്ന സ്ഥലം, അതേപോലെ തന്നെ മദ്യനിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സാമഗ്രികൾ, ഇവയെല്ലാം തന്നെ പിടികൂടിയിട്ടുണ്ട്. അറസ്റ്റിലായിട്ടുള്ളവരിൽ മലയാളികളുമുണ്ട്. മാത്രമല്ല, മദ്യനിർമ്മാണ കേന്ദ്രത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളും പിടിയിലായിട്ടുണ്ട്. ഇവരെ എല്ലാവരെയും തന്നെ നിയമ നടപടികൾ പൂർത്തിയാക്കി ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തും. അതാണ് കുവൈറ്റിലെ നിയമം. അതേസമയം ഈ നേരത്തെ മരിച്ച 23 പേർ, അവരുടെ മൃതദേഹം നാടുകളിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നുണ്ട്. 160ഓളം പേരാണ് വിവിധ ആശുപത്രികളിലായി ഇപ്പോൾ ചികിത്സയിലുള്ളത്. ഇവരിൽ നിരവധി പേരുടെ നില അതീവ ഗുരുതരമാണ്. അവർ ICUവിലാണ് ഇപ്പോഴും കഴിയുന്നത്. പലർക്കും പല തവണയായി ഡയാലിസിസ് നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ഗുരുതരാവസ്ഥയിൽ ഇവർ കഴിയുന്നത് കൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടുമോ എന്നുള്ള ആശങ്കയുമുണ്ട്. ഏതായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി മലയാളികളുടെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ സാധ്യതയുണ്ട്. ഇന്ത്യൻ എംബസിയുടെ ഭാഗത്തു നിന്നൊക്കെ എത്ര ഇന്ത്യക്കാർ മരിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു കണക്കൊക്കെ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്.